2011 ആകാശവാണി നടത്തിയ സംസ്ഥാനതല മത്സരങ്ങളിൽ കേരളത്തിലെ നമ്പർ 1 ബാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് KL01 ആണ്. KL01 കിട്ടിയ ആദ്യ അംഗീകാരവും ഇതുതന്നെയായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. മോഹൻദാസ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി 2012 ബാച്ചിൽ. പാസ് ഔട്ടായി കഴിഞ്ഞ് ഞാൻ 2 months വർക്ക് ചെയ്തിരുന്നു ഒരു വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി ക്വിറ്റ് ചെയ്തിട്ട് മ്യൂസിക് ഫീൽഡിലോട്ട് ഇറങ്ങിയത്. വീട്ടിൽ അത്ര കുഴപ്പമില്ല, പക്ഷേ മ്യൂസിക് ഒരു ജോബാക്കുന്നതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ട്. അത് എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ സാരം IIT മദ്രാസിൽ അവരുടെ സോളോ ഇൻസ്ട്രുമെൻറ്റിൽ സെക്കൻഡ് കിട്ടി. അതാണ് എൻ്റെ വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. മഹീന്ദ്രയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ KL01 ശരിക്കും പച്ച പിടിച്ച് വന്നത്. ആ സമയത്ത് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു ക്വിറ്റ് ദ ജോബ് ആൻഡ് സ്റ്റാർട്ട് സിംഗിങ്. പക്ഷേ ഇപ്പം ബാൻഡ് കുറേ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ആൽബം റിലീസ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. സോ വി ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദാറ്റ്. ഓൾ ഇന്ത്യ റേഡിയോ കോമ്പറ്റീഷൻ അതിന് വേണ്ടി നമ്മൾ ചെയ്ത മലയാളം സോങ്സ്. അതിനുശേഷം മലയാളം നല്ല റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മലയാളം തന്നെ ചൂസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ചെക്കയില എന്നുള്ള പാട്ട് ഞങ്ങളെ രീതിയിൽ ഒരു റോക്ക് വേർഷനായിട്ട് ചെയ്തു. അതും നല്ലൊരു ഇതായിരുന്നു. ചെക്കിലടിക്കുന്നുണ്ടേ തെയ്യം താരോ, ചെമ്പട്ടു വീശുന്നുണ്ടേ തെയ്യം താരോ, ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പഠിക്കച്ചെന്നേ തെയ്യം താരോ, തക താര താരോ, തക താര താരോ, മാരി മടമുറിഞ്ഞേ തെയ്യം താരോ, ചിരികളും മൂടിഞ്ഞേ തെയ്യം താരോ, മടത്തിലെന്തുണ്ട് കാച്ചി കുടിക്കാനായി അന്തിക്കടി കിടത്തി തെയ്യം താരോ, തക താര താരോ, തക താര താരോ. തക താര താരോ, തക താര താരോ. മോഹൻദാസ് കോളേജ് ബിടെക് സെക്കൻഡ് ഇയറിൽ സ്റ്റുഡൻ്റാണ്. സ്കൂളിംഗ് ഫുൾ ബഹ്റിനിലായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് എൻജിനീയറിംഗിൽ ജോയിൻ ചെയ്തു. KL01 ബാൻഡിൽ ജോയിൻ ചെയ്ത് ഏകദേശം 2 to 3 months ആവുന്നുള്ളൂ. ഗിറ്റാർ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 years ആവും. 2010 എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞത്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഈ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻജിനീയർ ആയിക്കൂടെ, എന്തിനാണ് സിംഗിങ്ങിന് പോകുന്നതെന്ന്. പക്ഷെ ആ സമയത്ത് പാഷൻ ഫുൾ ഇറ്റ് വാസ് ടുവേഴ്സ് സിംഗിങ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ്. അതിൽ നിന്നും വരുമാനം വരുന്നത് വരെ വളരെ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം സെറ്റിൽഡായി തുടങ്ങിയ ശേഷം വലിയ പ്രശ്നം വന്നിട്ടില്ല. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയായിരുന്നു ഫോർ മഹീന്ദ്ര. പിന്നെ അവിടെ നിന്ന് വേറെ കൺസൾട്ടൻസിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് രണ്ടും കിറ്റുമായിട്ട് ബീൻ സിംഗിങ് എവർ സിൻസ്.
അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ കയറി ആ സമയത്ത് മ്യൂസിക്കൽ പാഷനാണ്, ശരിക്കും ഗിറ്റാറിംഗ് ഒക്കെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബാൻഡിനോട് വർക്കൗട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. വീട്ടിലുള്ള പ്രഷർ എല്ലാം കൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നു പോയിട്ടില്ലായിരുന്നു. പിന്നെ പഠിച്ചിറങ്ങിയതിന് ശേഷം ആദ്യം ഒരു ജോലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ജോലിയുടെ ഒരു മടുപ്പ്, ഗിറ്റാറും അതൊക്കെ ഒരു പാഷനായി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്നൊക്കെ അങ്ങ് മാറി. വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ബാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അവരോടെ ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് മ്യൂസിക്കെല്ലാമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ബേസിസ് ആ ഒരു പോർഷൻ നല്ല രീതിയിൽ പോവുകയാണ്. നമ്മൾ കുറച്ച് പലതരം ഇൻഫ്ലുവൻസസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് പാട്ടുകൾ നമ്മൾ പല സ്റ്റൈൽസിലാണ് വന്നിട്ടുള്ളത്. ചില പാട്ടുകൾ നമ്മുടെ റോക്ക് ആൻഡ് റോൾ ഇൻഫ്ലുവൻസ് ഉണ്ട്, ചിലതിൽ ചെറുതായിട്ട് പങ്കിൻ്റെ എഫക്റ്റ് ഉണ്ട്. ആൻഡ് പാട്ടുകളുടെ പേര് മ്യൂസിക് ഇൻ മൈ മൈൻഡ് ഇന്ന് കേൾക്കാൻ കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് ഹാർഡ്ലി ബി, പിന്നെ ജോണി, പിന്നെ ട്രെയിൻ, പിന്നെ അബല മലയാളത്തിലുള്ളൊരു പാട്ടാണ്. നമ്മൾ റീസെൻ്റ്ലി ഓൾ ഇന്ത്യ റേഡിയോ പരിപാടിക്ക് വേണ്ടി ചെയ്തതാണ്, വിച്ച് വി വോൺ. അതൊരു നമ്മുടെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോൻ്റെ റീജിയണൽ കോമ്പറ്റീഷൻ ജയിച്ചത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു മേജർ അച്ചീവ്മെൻറ്റ് നമ്മൾ രാവിസ് ഹോട്ടലിൽ 2011 ന്യൂ ഇയേഴ്സ് ഈവ് സെലിബ്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിൻ്റെ പ്രോ ഷോസ് ലൈക്ക് MG കോളേജ്, IMK ആൻഡ് അങ്ങനത്തെ 2-3 കോളേജിൽ പ്രോ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെമി പ്രോ ബാൻഡായിട്ട് നമ്മൾ ഈ ഒരു സീനിൽ പൊങ്ങി വരാൻ നോക്കുകയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ്. കാണുതായൻ ജീവിതം അതു ഇത് വെറും ഒരു സ്വപ്നം, ഈ ജീവിതം ഒരു സ്വപ്നമോ? കണക്കിനാക്കളിലോരോ നെഞ്ചിൽ മായാ മോഹമായി എൻ കണ്ണുകൾ ഇനി വ്യക്തമോ? എന്നിൽ തേടുന്നു ഞാൻ ഏതോ തീർത്ഥാടനം, നീ എൻ്റേതാകുമോ?